ഫോൾഡഡ് മാൻ എന്ന് കേട്ടിട്ടുണ്ടോ? 46 വയസ്സുള്ള ഒരാളുടെ ജീവിതമാണ്. 18ാമത്തെ വയസ്സിൽ അയാൾക്ക് ഗുരുതരമായൊരു രോഗം പിടിപെട്ടു. നട്ടലിനെ ബാധിച്ച ആ രോഗം ശരീരത്തെ ആകെ മടക്കി വെച്ചതുപോലാക്കി. മുഖം തുടയിലെ ഭാഗത്തോളം കുനിഞ്ഞു പോകുന്നു. 28 കൊല്ലങ്ങളാണ് അയാൾ അങ്ങനെ ജീവിച്ചു തീർത്തത്. കഴിഞ്ഞ വർഷമാണ് ഒരു ഡോക്ടർ നടത്തിയ സർജറിയിലൂടെ അയാളുടെ ശരീരം ഇങ്ങനെ നേരെയായത്. അയാളുടെ പേര് ലിയുവ. അയാളിപ്പോൾ നിവർന്നു നിൽക്കുകയാണ്. ഇഷ്ടവിനോദമായ ചിത്രരചനയിൽ അയാൾ മുഴുകുന്നുണ്ട്. അന്നും ഇന്നും അയാളുടെ കൂടെ ശ്വാസം പോലെ ഒരാളുണ്ട്, അമ്മ. ആ അമ്മ പറയുകയാണ്, 71 വയസ്സായി എനിക്ക്. 43 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ഓട്ടമാണ്. എൻ്റെ കുഞ്ഞിനെ നേരെയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. കയ്യിലുള്ളതെല്ലാം വിറ്റ് ചികിത്സിച്ചു. ഇനി ഒന്നുമില്ല എൻ്റെ കയ്യിൽ. എന്നാലും മോനെ പഴയതുപോലെ കിട്ടിയല്ലോ, അതുമതി എനിക്ക്. 28 കൊല്ലങ്ങൾക്ക് ശേഷം മുഖമുയർത്തിയ ലിയുവ ആദ്യമായി കാണാൻ ആഗ്രഹിച്ചത് അവൻ്റെ അമ്മയെയാണ്. ആ നിമിഷത്തെക്കുറിച്ച് അയാൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മ ക്ഷീണിച്ചിരിക്കുന്നു, മുടിയൊക്കെ നരച്ചിരിക്കുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് അമ്മയെ സഹായിക്കണം. ഇനി അമ്മയുടെ ഭാരങ്ങൾ കുറയ്ക്കണം. ഫോൾഡഡ് മാൻ എന്ന പേരിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അമ്മമാരെല്ലാം അങ്ങനെയല്ലേ? അമ്മയെ ഭക്ഷിച്ചുകൊണ്ട് ജീവിതം തുടങ്ങുന്ന നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് എത്തിയിട്ടും ആ സ്നേഹം ഇങ്ങനെ തുടരുകയാണ്. നഷ്ടപ്പെട്ടാൽ അമ്മയോളം നോവുള്ള മറ്റൊന്ന് ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം.